കർണാടക അങ്കോളയിലെ ഷിരൂർ എന്ന സ്ഥലത്തിൻ്റെ ഇപ്പോൾ ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്ന ആ സ്ഥലത്തിൻ്റെ യഥാർത്ഥ മുഖമാണ് നമുക്ക് ഈ വീഡിയോയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതായത് അവിടെ അപകടം നടക്കുന്നതിന് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. വീഡിയോ എടുത്തിരിക്കുന്നത് അതുവഴി കടന്നുപോയ ഒരു ഡ്രൈവറാണ് ഈ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും നാട്ടിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല. പകരം അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് പറയുന്നത്. എന്തായാലും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തൊട്ടപ്പുറത്തായി അദ്ദേഹം കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ മറുവശങ്ങളിലായി തന്നെ തങ്ങിക്കിടക്കുകയാണ്. ഇപ്പോഴും തിരിച്ച് നാട്ടിലേക്ക് വരാൻ സാധിച്ചിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അദ്ദേഹം കടന്നുപോയി ഏതാനും നിമിഷങ്ങൾക്കകം മാത്രമാണ് ഇവിടെ ഈ വലിയൊരു അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ വീഡിയോയിൽ കാണിക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ചായക്കടയുണ്ട്, അതിന് മുൻവശത്തായി ഒരുപാട് വാഹനങ്ങളുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. അതുകൊണ്ടായിരിക്കാം പല ദീർഘദൂര യാത്രകൾ പോകുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരായാലും യാത്രക്കാരായാലും അവിടെയൊന്ന് നിർത്തി വിശ്രമിച്ചതിന് ശേഷം ചായയൊക്കെ കുടിച്ച് കുളിയെല്ലാം കഴിഞ്ഞ് പോകാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതുകൊണ്ടായിരിക്കാം പലരും അവിടെ വാഹനമൊക്കെ നിർത്തിയിടുന്നത്. അതുപോലെ ആയിരിക്കാം നമ്മുടെ അർജുനും അവിടെ വാഹനം നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് കരുതിയായിരിക്കാം പാവം അവിടെ നിന്നുണ്ടായിട്ടുണ്ടാവുക. പക്ഷേ അദ്ദേഹം പോലും പ്രതീക്ഷിക്കാതെയാണല്ലോ ഈ വലിയൊരു മലയിടിച്ചിൽ അവിടെ ഉണ്ടായതും. ഈ മലയിടിച്ചിൽ തന്നെ അതിന് തൊട്ട് മുന്നിൽ കാണുന്ന ചായക്കട പൂർണ്ണമായി തന്നെ മണ്ണിനടിയിലായി എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ചായക്കടയുടെ ഉടമസ്ഥനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒക്കെ താമസിച്ചിരുന്നത് അവിടെ തന്നെയാണ്. അതുകൂടാതെ ആ കടയുടെ മുന്നിലേക്ക് ഒരുപാട് ആൾക്കാർ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ സാധിക്കും. ഒരുപാട് വാഹനങ്ങളും അവിടെയുണ്ട്. ഏതാണ്ട് ഈ വീഡിയോ എടുത്തതിനും കുറച്ച് കഴിഞ്ഞാണ് ഈ അപകടം നടന്നത് എന്ന് പറയുമ്പോൾ ഈ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും അപകടത്തിൽ പെട്ടിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പലരുടെയും മൃതദേഹങ്ങളും അതേപോലെ തന്നെ വാഹനാവശിഷ്ടങ്ങളൊക്കെ തൊട്ടടുത്ത് കിടക്കുന്ന ഗംഗാവലി നദിയിൽ നിന്നാണ് എടുത്തത് എന്ന് നമ്മൾ പല വാർത്തകളിലും കണ്ടു കഴിഞ്ഞു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്ര മാത്രമാണ് എന്നുള്ളത്. ഇനി എത്ര വാഹനങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ട് എന്ന് കൂടുതൽ തിരച്ചിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ അർജുൻ്റെ കാര്യത്തിലാണെങ്കിൽ അർജുൻ്റെ ഫോൺ ട്രാക്ക് ചെയ്യാൻ പറ്റിയതും അദ്ദേഹത്തിൻ്റെ ഫോൺ റിങ് ചെയ്തതും അതേപോലെ അദ്ദേഹം വിളിച്ച് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ചാണ് അദ്ദേഹം ഇവിടെ ഉണ്ട് എന്നും വാഹനത്തിനകത്ത് ഉണ്ട് എന്നും മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് രക്ഷാപ്രവർത്തനത്തിനായി ആൾക്കാർ അവിടെ എത്തിയതും അദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതും. ആദ്യമൊക്കെ തന്നെ തിരച്ചിൽ വളരെ ദുർബലമായിട്ട് മാത്രമാണ് നടന്നത്. ശരിക്കും തിരച്ചിൽ നടന്നില്ല എന്ന് തന്നെ പറയാം. പിന്നീട് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇടപഴകുകയും കൂടുതൽ പ്രഷർ ചെലുത്തുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഇദ്ദേഹത്തിന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജ്ജമാക്കിയതും. ഇപ്പോൾ 6ാം ദിവസത്തിലേക്ക് അദ്ദേഹത്തിന് വേണ്ടി തിരച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയെങ്കിലും അദ്ദേഹത്തെ ജീവനോടെ തന്നെ കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയാണല്ലോ കേരളക്കാരെ ആകെ ഒന്നടങ്കം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബം പോലും അദ്ദേഹം തിരിച്ചു വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഉള്ളത്. എന്തായാലും ഇതുവഴി കടന്നു പോകുന്ന ആൾക്കാർക്ക് ഇനി ഈ അടുത്തൊന്നും ഇതുവഴി പോകാൻ സാധിക്കില്ല എന്ന് ഈ ഡ്രൈവർ തന്നെ പറയുന്നുണ്ട്. അത്രമാത്രം റോഡ് മുഴുവനും അടഞ്ഞു കിടക്കുകയാണ് അവിടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ ഈ ഒരു സമയത്ത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയ ആ ഡ്രൈവർ നല്ല മനസ്സിന് നന്ദി.